ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ PVC ആധാർ കാർഡ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് UADAI.gov.in എന്നുള്ള വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിനകത്ത് ഫസ്റ്റ് കിടക്കുന്ന ഈ ആഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയാം. അതിനുശേഷം ഈ ഒരു വിൻഡോയിൽ നമുക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ അപ്ഡേറ്റ് ആധാർ കാർഡ്, ഗെറ്റ് ആധാർ കാർഡ് സർവീസസ്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള, അതായത് PVC കാർഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് ആധാർ കാർഡ് എന്നതിൻ്റെ സബായിട്ട് വരുന്ന ഓർഡർ ആധാർ PVC എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇതിനകത്ത് നമ്മുടെ ആധാർ നമ്പർ വെച്ചിട്ട് OTP വെച്ചിട്ടും ഒന്ന് ലോഗിൻ ചെയ്യണം. അതിനുവേണ്ടി ലോഗിൻ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം ആധാർ നമ്പറും ക്യാപ്ചയും എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ വിത്ത് OTP എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ആയിരിക്കും ഒരു OTP വരിക. ആ OTP വെച്ചിട്ടായിരിക്കണം നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യാൻ പറ്റുക. ഞാനിവിടെ എൻ്റെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ കാണിച്ചിട്ടുള്ള ക്യാപ്ചയും എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ വിത്ത് OTP എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മൊബൈലിലോട്ട് ഒരു OTP വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ മൊബൈലിലോട്ടും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് OTP വരും. മാക്സിമം 1 മിനിറ്റിനകം തന്നെ അത് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ശേഷം ലോഗിൻ കൊടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും പോപ്പപ്പ് വരുവാണെങ്കിൽ വായിച്ച് നോക്കിയതിന് ശേഷം OK കൊടുക്കാം, അല്ലെങ്കിൽ ക്യാൻസൽ കൊടുക്കാം. ശേഷം ഇങ്ങനെ ഒരു നിരവധി ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്കിതിൽ ആവശ്യമുള്ളത് ഓർഡർ ആധാർ PVC കാർഡ് എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷനാണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. അതിനകത്ത് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അതിനകത്ത് നമ്മൾ ഒന്ന് കൺഫർമേഷൻ കൊടുക്കാം. അതിനുശേഷം മേക്ക് എ പേയ്മെൻറ്റ് എന്നുള്ളത് ഉള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനകത്ത് 50 രൂപയാണ് നമുക്ക് PVC ആധാർ കാർഡിന് ചാർജ് വരുന്നത്, ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് അടക്കം അത്രയാണ് വരുന്നത്. ഇത്രയും പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നോക്കിയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഗൂഗിൾ പേയിൽ ഇവിടെ UPI ID എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ ഗൂഗിൾ പേ ID എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ Paytm, അതേപോലെ ഇനി കാർഡ് പേയ്മെൻറ്റ്, ഏത് പേയ്മെൻറ്റും നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം എൻ്റർ ചെയ്തതിന് ശേഷം UPI ID ഒന്ന് വെരിഫൈ ചെയ്യാം. ഞാനിവിടെ വെരിഫൈ എന്ന് കൊടുക്കുന്നുണ്ട്. യെസ്, എൻ്റെ UPI ID വെരിഫൈ ആയിട്ടുണ്ട്. ഇനി പ്രൊസീഡ് കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഞാൻ പ്രൊസീഡ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലൊരു വിൻഡോ ആണ് വരുന്നത്. ശേഷം ഞാൻ എൻ്റെ ഫോണിൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തപ്പോൾ ഇതേപോലെ ഒരു 50 രൂപയുടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് UIDAIയുടെ ഭാഗത്തു നിന്ന്. ഞാൻ ആ ഒരു പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴി ചെയ്യുന്നുണ്ട്. നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ നേരെ ഈ വിൻഡോ ഓട്ടോമാറ്റിക് ചേഞ്ച് ആവുന്നതാണ്. ഇതേപോലെ ചേഞ്ച് ആയിട്ട് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും. ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് എന്നുള്ള ഈ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ആ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. ഇതിൻ്റെ താഴെ നോട്ട് എന്നുള്ള ഭാഗത്ത് നമ്മുടെ
കാർഡിൻ്റെ, അതായത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള PVC കാർഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എന്നാണത് നമ്മുടെ ഇതിലോട്ട് റിസീവ് ആകുക എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.